ഞാൻ ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോവുകയാണേ. വീട്ടിൽ നിന്ന് ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഉച്ചയ്ക്കായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിത് തേങ്ങാപ്പന്നൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ. തേങ്ങാപ്പന്നിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങാപ്പന്ന്. അങ്ങനെ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തേങ്ങാപ്പന്ന് കഴിച്ചിട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് ഒരാൾ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കഴിച്ച പഴമാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ആകെ ഒരു പഴുത്ത പഴം ഉണ്ടായിരുന്നു. ആ ഒരു പഴം കൊണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ നമ്മൾ സ്റ്റേഷനെത്തി ബസ് കയറാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബസ് കയറിയപ്പോൾ തന്നെ അവിടെ മാങ്ങ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാങ്ങ എടുത്തു കേട്ടോ. മാങ്ങ മുളക് പൊടിയിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോഴാണ് ഞാൻ ഓർത്ത് എൻ്റെ കയ്യിൽ വൈൻ ഉണ്ടല്ലോ എന്ന്. വീട്ടിൽ നിന്ന് ആക്കി തന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ബോട്ടിലാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് മൂന്നാൾ കൂടെ കുടിച്ചു കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ രാത്രിക്ക് അമ്മ പൊതിച്ചോറാക്കി തന്നിരുന്നേ. പിന്നെ അതോടെ കഴിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ബസ്സിൻ്റെ ഏറ്റവും ബാക്ക് സീറ്റിൽ പോയിരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. ബാക്ക് സീറ്റിൽ കഴിക്കുമ്പോഴല്ലേ മൂന്നാൾക്കൂടെ ഒന്നിച്ചിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ബാക്കിൽ പോയിരുന്നത്. ചോറിന് കൂടെ ചീരയും മീനും അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ ഹോസ്റ്റലിലോട്ട് വണ്ടി കയറി കേട്ടോ.